ICU പീഡനക്കേസിലെ അതിജീവിത വീണ്ടും സമരം തുടങ്ങി. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിലാണ് സമരം. ഗൈനക്കോളജിസ്റ്റ് KV പ്രീതയ്ക്കെതിരെയായ കേസിലെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് സമരം. AK അഭിലാഷ് വിശദാംശങ്ങളുമായി. അഭിലാഷ്, എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് 6 ദിവസത്തോളമാണ് ICU പീഡന കേസിലെ അതിജീവിത ഈ കോഴിക്കോട്ടെ ഈ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത്. കഴിഞ്ഞ 21-ാം തീയതി തന്നെ ഈ കേസിൽ അന്വേഷണം നടത്തി, ഇവർക്ക് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ട് ഇവരുടെ പരാതി അന്വേഷിക്കാൻ ഉത്തരമേഖല IG നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ അതിജീവിതയും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളും ചേർന്ന് IG സന്ദർശിക്കുകയും ഈ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 3 ദിവസത്തിനകം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് നൽകാമെന്നായിരുന്നു അന്ന് IG ഇവരോട് പറഞ്ഞിരുന്നത്. പക്ഷേ 3 ദിവസത്തിനകം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഇവർ IG ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായില്ല എന്നാണ് ഇപ്പോഴുള്ള ആരോപണം. ഏതായാലും അതിന് പിന്നാലെ തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ആ സമരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസർക്ക് മുന്നിൽ തന്നെ ആരംഭിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തത്. ഇന്ന് രാവിലെ 10 മണി മുതൽ തന്നെ ഈ സമരത്തിലേക്ക് അവർ പോവുകയാണ്. അതിജീവിതയും അതോടൊപ്പം തന്നെ ചില മനുഷ്യാവകാശ പ്രവർത്തകരുമാണ് ഇപ്പോൾ ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുന്നിൽ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോവുകയും ചെയ്തത്. ഏതായാലും മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് നമുക്കൊപ്പം ചേർന്നു. എന്താണ് വീണ്ടും ഒരു സമരത്തിലേക്ക് പോകാനുള്ള കാരണം? കഴിഞ്ഞ 21-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിർദ്ദേശപ്രകാരം DGP നമ്മുടെ കോഴിക്കോട് IG-യോട് പിന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംശയമില്ലാതെ അന്വേഷിക്കുകയും അതിൻ്റെയൊക്കെ റിപ്പോർട്ടുകളുടെയൊക്കെ പകർപ്പ് അതിജീവിതക്ക് നൽകുകയും അതിനുശേഷം അത് DGP ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഞങ്ങൾ ഞങ്ങൾ IG-യെ കണ്ടതിന് ശേഷം 3 ദിവസം വെയിറ്റ് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ എത്ര ദിവസമായിട്ട് ഞങ്ങൾക്ക് ഒരു നടപടിയോ ഒന്നും അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. അതുകൂടാതെ നമ്മുടെ ഈ കമ്മീഷണർ ഓഫീസിൽ ഈ അതിജീവിത എന്ന് പറയുന്ന നമ്മുടെ സഹോദരി കയറി ചെല്ലുന്ന സമയത്ത് അവരെ തടയുന്ന നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പരാതിയുടെ ഒരു റിസിപ്റ്റ് വാങ്ങാനോ അവരയച്ച പരാതിയെക്കുറിച്ചൊരു നിജസ്ഥിതി അന്വേഷിക്കാനോ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർക്ക് അനുവാദമില്ലാത്ത ഒരവസ്ഥയുണ്ട്. അതും തീർച്ചയായിട്ടും നീതി നിഷേധമാണ്. അതൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവർ ശ്രദ്ധയിൽപ്പെടുത്തും. ഈ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ തുടർ പ്രവർത്തനങ്ങളെ, അതായത് പുനരന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നാണോ? തീർച്ചയായിട്ടും. അതിൽ നമ്മളൊരു പ്രത്യേക വിഷയം എന്താ വെച്ചാൽ നമ്മുടെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ സാഹചര്യം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഇത് എന്ന് തരാമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3 ദിവസത്തിനകം റിപ്പോർട്ട് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 5 ദിവസം കഴിഞ്ഞു, ഇതുവരെ മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല. വ്യക്തമാണ്. AK അഭിലാഷാണ് അതിൻ്റെ വിശദാംശങ്ങളും പ്രതികരണങ്ങളും നൽകുന്നത്.